guys, welcome to Car Garage. ഇന്നും ഒരു ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ഗ്രേ വണ്ടിയാണ്, നമ്മുടെ തിരുവനന്തപുരം വണ്ടിയാണ്. അവിടെ നിന്ന് വന്നാണ് വണ്ടി. ഗ്രേ വണ്ടി തന്നെയായിരുന്നു അത്. മുന്നത്തെ കളറ് ഗ്രേ തന്നെയായിരുന്നു. നമ്മളത് ഗ്രേ പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്തു. അതേപോലെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് DRL ചെയ്തു, ബാക്ക് ഹെഡ്ലൈറ്റ് ടൈൽ ലാമ്പ് ചെയ്തു. ടോട്ടലി ടൈപ്പ് 4 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് കമൻസ് കണ്ടു. ഞാൻ ശ്രമിക്കുക വർക്ക് ഇൻ പ്രോഗ്രസ് വീഡിയോ എടുക്കുക. വേറെ ഒന്നല്ല എടുക്കാൻ പറ്റാത്തത്, കുറച്ച് തിരക്കും കാര്യങ്ങളുള്ള കാരണം. അപ്പോൾ അത് കാരണം നമ്മൾക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ മുന്നേ ഈ വണ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൈപ്പ് 4 കൺവേർഷനിൽ ഇപ്പോൾ ഗ്രേ വണ്ടിയും ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രേ വണ്ടി എന്ന് പറയുമ്പോൾ പഴയ ഗ്രേ, ഇന്നോവയുടെ പഴയ ഗ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ് ആ വണ്ടിക്ക്, ആ കളറിന്. അപ്പോൾ ആ കളർ തന്നെയാണ് ഈ വണ്ടിക്ക് ചെയ്തത്. ഫ്രണ്ട് DRL, ബാക്ക് ഹെഡ്ലൈറ്റ് ലാമ്പ്. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാഷ്ബോർഡും സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിൻ്റെ പാനൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏകദേശം 2500-2800 ഉള്ളൂ സെൻട്രലിലെ ഡാഷ്ബോർഡിൻ്റെ പാനലിന്. ഞാൻ ഫോട്ടോ ഇപ്പോൾ കാണിച്ചത്. ഈ സാധനത്തിന് 2800 രൂപ 2500 ആ റേഞ്ചുള്ള ഷോറൂമിൽ. നിങ്ങൾ ഷോറൂമിൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഷോറൂമിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റിയറിംഗ് വീല് എനിക്ക് അത്ര റൈറ്റ് കാര്യങ്ങൾ അറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സെക്കൻഡ്സ് പകരണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് പുതിയ സ്റ്റിയറിംഗ് വീല് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ റേറ്റും നിങ്ങൾ നോക്കേണ്ടി വരും. നല്ല റേറ്റ് വരണ്ടെന്ന് തോന്നുന്നുണ്ട് സ്റ്റിയറിംഗ് വീലിന്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾക്ക് വണ്ടി കാണാം. എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതാണ്. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഇനി ഇടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും